താക്കോൽ കൈമാറ്റം, പഞ്ചായത്തിന്റെ ഘടക സ്ഥാപനങ്ങളിൽ സോളാർ സ്ഥാപിച്ചതിന്റെ ഉദ്ഘാടനം, പഞ്ചായത്തിലെ 12 റോഡുകൾ ടൈൽ വിരിച്ച് ഗതാഗതയോഗ്യമാക്കിയതിന്റെ ഉദ്ഘാടനം, 2020-25 കാലഘട്ടത്തിലെ വികസന പ്രവർത്തനങ്ങളുടെ പത്രികയുടെ കവർ പ്രകാശനം തുടങ്ങി 1/2 ഡസനോളം കാര്യങ്ങൾ ഒറ്റയടിക്ക് സന്തോഷത്തോടെ നിർവഹിച്ചതായി ഞാൻ അറിയിച്ചു. വളരെ കാര്യക്ഷമമായ മികച്ച രീതിയിൽ ഈ പദ്ധതികളെല്ലാം നടപ്പാക്കാൻ നേതൃത്വം കൊടുത്ത ശ്രീമതി സീനത്ത് ബഷീറിന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതിയെ ഞാൻ അഭിനന്ദിക്കുകയാണ്. ഇന്ത്യയിൽ ഒരൊറ്റ സംസ്ഥാനത്തിൽ നടപ്പാക്കുന്നുള്ളൂ, അത് കേരളത്തിലാണ്. ലോകത്ത് ഇതിനു മുമ്പ് അതിദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന്, എക്സ്ട്രീം പോവർട്ടി എറാഡിക്കേഷനുള്ള പദ്ധതി നടപ്പാക്കിയ ഒരു സ്ഥലമേ ഉള്ളൂ, അത് ചൈനയാണ്. പിന്നെ അത് കഴിഞ്ഞാൽ ലോകത്ത് ഇന്ത്യയിലാണ് ചെയ്യുന്നത്. അതിന്റെ പ്രാധാന്യം മനസ്സിലായി. അത് ഭൂരിപക്ഷ ആളുകൾക്കും അറിഞ്ഞിട്ടുണ്ടാവില്ല. കാരണം അതിന്റെ ഗുണം കിട്ടുന്നത് അതിദരിദ്ര വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്കാണ്. ഇപ്പൊ നമുക്ക് കിട്ടാത്ത കാര്യം ബാക്കിയാരും അറിയില്ലല്ലോ, ശ്രദ്ധിക്കേണ്ട കാര്യമില്ലല്ലോ. നമ്മൾ സർവേ നടത്തിയപ്പോൾ കണ്ടെത്തിയ 64,006 കുടുംബങ്ങൾ അതിദരിദ്ര വിഭാഗത്തിൽപ്പെട്ടതാണ്. ഓരോ കുടുംബത്തിനെയും അതിൽ നിന്ന് മോചിപ്പിക്കാൻ പ്രത്യേകം മൈക്രോ പ്ലാൻ തയ്യാറാക്കി. വലിയ അത്ഭുതമാണ് കേരളത്തിന് പുറത്തുനിന്ന് വരുന്ന ഉദ്യോഗസ്ഥ പ്രമുഖർക്ക്, വിദഗ്ധർക്ക്, അതുപോലെ മാധ്യമപ്രവർത്തകർക്ക് ഒക്കെ. ഒരു 2-3 ആഴ്ച മുമ്പ് ഇന്ത്യയിലെ വളരെ പ്രസിദ്ധമായ ഒരു ധനകാര്യ മാധ്യമമുണ്ട്, ബിസിനസ് സ്റ്റാൻഡേർഡ് എന്നാണ് അതിന്റെ പേര്. അതിന്റെ ഡൽഹിയിൽ നിന്നുള്ള പ്രതിനിധി എന്നെ ഫോണിൽ വിളിച്ചു. ഇങ്ങനെ ഒരു കാര്യം കേരളത്തിൽ നടപ്പാക്കുന്നതായിട്ട് ഞങ്ങൾ അറിഞ്ഞു, അതൊരു വലിയ സംഭവമാണല്ലോ, അതിനെക്കുറിച്ചൊന്ന് സംസാരിക്കാൻ ഒരു സമയം തരാമോ? സംസാരിച്ചു. വലിയ പ്രാധാന്യത്തോടെ ദേശീയ തലത്തിൽ അവരൊരു വാർത്ത ഇതിനെക്കുറിച്ച്, എങ്ങനെയാണ് കേരളം അതിദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതി നടപ്പാക്കുന്നത് എന്നൊരു വാർത്ത കൊടുക്കണ്ടായി. പക്ഷെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല എന്ന് കേട്ടിട്ടില്ല. നമ്മുടെ നാട്ടിലൊരൊറ്റ മാധ്യമം കൂടി വഴിക്ക് തിരിഞ്ഞോക്കിയിട്ടില്ല. അവരിങ്ങനൊരു കാര്യം നടക്കുന്നതേ അറിഞ്ഞിട്ടില്ല. കേട്ടറിഞ്ഞ് ഡൽഹിയിൽ നിന്ന് വിളിച്ചിട്ട് ഇതൊരു ഗംഭീര സംഭവമാണല്ലോ, എങ്ങനെയാണ് നിങ്ങൾ നടപ്പാക്കുന്നത്, എല്ലാ കാര്യവും ചോദിച്ച് മനസ്സിലാക്കി വിശദമായ വലിയൊരു വാർത്ത കൊടുത്തു. അതാണ് ഇതിന്റെ പ്രാധാന്യം. ഈ പഞ്ചായത്തിൽ 5 കുടുംബങ്ങളാണല്ലേ, 5 കുടുംബം. വേണമെങ്കിൽ ഒരു ഗവൺമെന്റിന്, പഞ്ചായത്ത് ഭരണസമിതിക്കൊക്കെ കണ്ടില്ല എന്നടിക്കാവുന്ന എണ്ണാണ് 5 അല്ലേ. കേരളത്തിൽ ആകെ 64,006 കുടുംബങ്ങളാണ് അതിദരിദ്രം. എത്ര ആളുകളിൽ? 3.5 കോടി മനുഷ്യർ. ഈ 64,006 ആൾക്കാരെ വേണമെങ്കിൽ കണ്ടില്ല എന്നടിക്കാം. കാരണം അവരൊരു വോട്ട് ബാങ്കൊന്നുമല്ല. അവരുടെ വോട്ട് കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും പ്രത്യേകിച്ച് വ്യത്യാസമൊന്നും ഉണ്ടാവാൻ പോകുന്നില്ല. അതല്ല ഗവൺമെന്റ് അതിൽ നോക്കിയത്. അതാണ് അതിന്റെ പ്രത്യേകത. ഈ 64,006 കുടുംബങ്ങൾ നമ്മുടെ കൂട്ടത്തിലെ ഏറ്റവും നിരാലംബരായിട്ടുള്ള കുടുംബങ്ങളാണ്, ഏറ്റവും പിന്നിൽ ആയിപ്പോയ കുടുംബങ്ങളാണ്. അങ്ങനെ ആരും ഇവിടെ അവശേഷിക്കാൻ പാടില്ല. അതിന്റെ മറ്റ് ലാഭനഷ്ടം നോക്കിയിട്ടല്ലെന്നാണ് ഞാൻ പറഞ്ഞത്. എന്തൊരു അധ്വാനമാണ് ഇതിനു വേണ്ടി എടുത്തിട്ടുള്ളതെന്നറിയാം. ഇവിടെ ബ്ലോക്ക് പ്രസിഡന്റ് പറഞ്ഞില്ലേ, എത്ര മീറ്റിംഗ് ആണ് നമ്മൾ നടത്തിയിട്ടുള്ളത്, നിരന്തരമായ അവലോകനം. കാരണം 64,006 കുടുംബങ്ങളാണെങ്കിലും അതിൽ 10-15,000-ഓളം പേർക്ക് വീടില്ല. ആയിരക്കണക്കിന് ആളുകൾക്ക് ഉപജീവന മാർഗമില്ല. ചിലർക്ക് മാരക രോഗങ്ങളുണ്ട്, ചികിത്സിക്കാൻ മാർഗമില്ല. ഇങ്ങനെ പല പല കാരണങ്ങളാണ്. ഓരോന്നും പരിശോധിച്ച് പരിഹരിക്കാൻ ആവശ്യമായ നടപടിയും. വീടില്ലാത്തവർക്ക് വീട് കൊടുക്കാന്ന് വെച്ചാൽ നോക്കുമ്പോൾ ആയിരക്കണക്കിന് ആളുകൾക്ക് വീട് വെക്കാൻ ഭൂമിയില്ല. ഇവിടെ ഇപ്പൊ ഭൂമി പീപ്പിൾസ് ഫൗണ്ടേഷൻ അല്ലേ, സഹായം എന്ന് പറഞ്ഞാൽ കാശ് കൊടുത്തിട്ടാണ് അല്ലേ. 10 ലക്ഷം രൂപയ്ക്ക് നിങ്ങൾ 5 കുടുംബത്തിനുള്ള ഭൂമി വാങ്ങി. എന്തായാലും അവരത് തന്നു, സന്തോഷമുള്ള കാര്യം. പിന്നെ അങ്ങനെ നോക്കി, ഇത്രയും പേർക്കല്ല, കേരളത്തിലാകെ ആയിരക്കണക്കിന് ആളുകൾക്കുണ്ട്. ഇപ്പൊ നമ്മൾ സംഭാവന നോക്കി,
സംഭാവന കൊണ്ട് മാത്രമാവില്ല. അനേകം പേര് സംഭാവന തന്നവരുണ്ട് കേട്ടോ. വ്യക്തികളുണ്ട്, സംഘടനകളുണ്ട്. ഇപ്പോൾ കെ ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷൻ ആദ്യം പറഞ്ഞു ലൈഫ് ഗുണഭോക്താക്കൾക്ക് ഭൂമിയില്ലാത്തവർക്ക് ഞങ്ങൾ 1000 പേർക്ക് ഭൂമി വാങ്ങാൻ 2.5 ലക്ഷം വെച്ച് കൊടുക്കാം. 1000 പേർക്ക് 2.5 ലക്ഷം എന്ന് പറഞ്ഞാൽ 25 കോടിയാണ് അവർ കൊടുക്കാത്തവർ. ഗവൺമെന്റ് ലിസ്റ്റ് തന്നാൽ മതി. ലിസ്റ്റ് അവർക്ക് പറഞ്ഞ സമയത്ത് നമുക്ക് കൊടുക്കാൻ കഴിഞ്ഞെന്ന് മാത്രമല്ല, ഏറ്റവും അർഹരായ ആളുകളുടെ ലിസ്റ്റ് കൊടുത്തു. അവർക്കപ്പോൾ സന്തോഷമായി. അവർ വിചാരിച്ചത് ഈ ഗവൺമെന്റിന്റെ കയ്യിൽ നിന്ന് ഇതുപോലൊരു കാര്യമൊക്കെ നടന്നു കിട്ടാൻ വലിയ പാടാവും എന്നാണ് അവർ വിചാരിച്ചത്. അവർ പറഞ്ഞ സമയത്തിന് മുമ്പ് നമ്മൾ കൊടുത്തു. അവർക്ക് ഏറ്റവും ബോധ്യം വന്നു. കാരണം ഏറ്റവും അർഹരായ ആളുകൾ, വേറെ ഒരു മാനദണ്ഡം അതിലില്ല, ശുപാർശയൊന്നും നോക്കിയിട്ടല്ല. അപ്പൊ സന്തോഷമായി. അവർ പറഞ്ഞു ഞങ്ങളൊരു 1000 ആൾക്കും കൂടി തരുന്നുണ്ട്, വല്ല വിരോധം ഉണ്ടോ എന്ന് വെച്ചു. അപ്പോൾ 2000 പേർക്കായി 50 കോടി കെ ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷൻ നമുക്ക് സർക്കാരിന് സംഭാവന വന്നു. എന്താ കാരണം എന്നറിയോ? 50 കോടിക്കൊരാൾ സംഭാവന സർക്കാരിന് തരണമെച്ചാൽ വിശ്വസിച്ച് കൊടുക്കാം എന്ന വിശ്വാസം ഉള്ളത് കൊണ്ടാണ്. ഈ സർക്കാരിന്റെ കയ്യിൽ അത് വിശ്വസിച്ച് നൽകാം, അർഹർക്ക് അതിന്റെ ഗുണം കിട്ടും എന്നവർക്ക് മനസ്സിലായി. രണ്ടാമത് തന്ന 1000 പേരിൽ 678 പേരെ അതിദരിദ്ര ലിസ്റ്റിൽ നിന്ന് നമ്മൾ എടുത്തു. അങ്ങനെയൊക്കെ നോക്കിയിട്ടും കുറെ പേര്, ആയിരക്കണക്കിന് ആൾ പിന്നെയും ബാക്കി വന്നു. അപ്പോൾ ക്യാബിനറ്റ് ഒരു തീരുമാനമെടുത്തു. അതിദരിദ്ര പട്ടികയിൽപ്പെട്ട കുടുംബങ്ങൾക്ക് സർക്കാരിന്റെ ഏത് ഭൂമിയും കളക്ടർക്ക് കണ്ടെത്തി പതിച്ചു കൊടുക്കാം. ചരിത്രപരമായൊരു തീരുമാനം എടുത്തു. അപ്പൊ ഇനിയും ഭൂമി കിട്ടാത്തവർക്ക് അതിദരിദ്ര പട്ടികയിലാണെങ്കിൽ കളക്ടർക്ക് ഭൂമി കണ്ടെത്തി പതിച്ചു കൊടുക്കാം. നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാം. ഇപ്പൊ പഞ്ചായത്തിൽ അതിദരിദ്രർക്ക് ഭൂമി കിട്ടിയിട്ടില്ല, ഇന്ന സ്ഥലത്ത് ഭൂമിയുണ്ട്, 5 സെന്റ് വരെ കളക്ടർ പതിച്ചു കൊടുക്കും. ഇതാണ് ഇത്രയും അധ്വാനമെടുത്തത് കേരളത്തിന്റെ ജനസംഖ്യയിലെ 0.5% പോലും വരാത്ത പാവപ്പെട്ടവർക്ക് വേണ്ടിയിട്ടാണ്. ഏറ്റവും പാവപ്പെട്ട മനുഷ്യർ, ആരോരുമില്ലാത്തവർ, അവർ 0.5% പോലും വരില്ല കേരളത്തിന്റെ ജനസംഖ്യയിൽ. വേണമെങ്കിൽ കണ്ടില്ല എന്നടിക്കാം, പക്ഷെ അവരെയാണ് ആദ്യം കണ്ടത്. ഈ ഗവൺമെന്റ് ആദ്യം കണ്ടത് അവരെയാണ്. ഇവിടെ പുതിയ MCFന്റെ ഉദ്ഘാടനം ഉണ്ട്. 3066 സ്ക്വയർ ഫീറ്റുള്ള സാമാന്യം വലിപ്പമുള്ള MCF ഇവിടെ കാണാൻ പറ്റിയിട്ടില്ല. നല്ല MCF ആയിരിക്കും ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ പഞ്ചായത്തിനെ ഞാൻ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുകയാണ്. നാട്ടുകാർ എല്ലാ വാർഡിലും മിനി MCF ഉണ്ടല്ലേ? എല്ലാ വാർഡിലും മിനി MCF ഉണ്ട്. എല്ലാം ഉണ്ട്. ഓരോന്നാണോ? 2 വീടുണ്ട്. ചാക്കിൽ കെട്ടി റോഡൊക്കത്ത് വെക്കുന്ന ഏർപ്പാടുണ്ടോ? ആ ഏർപ്പാട് പറ്റില്ല. വേണമെങ്കിൽ ഇനിയും കൂടുതൽ മിനി MCF വെക്കണം. തൊഴിലുറപ്പിൽ ചെയ്യാം. ചാക്കിൽ കെട്ടി റോഡിൽ വെക്കാൻ പറ്റില്ല. അപ്പോ ഇനി ഉറപ്പാക്കേണ്ടത് കൂടുതൽ മിനി MCF വേണമെങ്കിൽ അതിപ്പോ സ്ഥാപിക്കും എന്ന് ശ്രദ്ധിക്കണം, ഉറപ്പാക്കണം. നിങ്ങൾ നന്നായി ചെയ്തിട്ടുണ്ട്. ചെയ്ത കാര്യങ്ങൾ 100% പൂർണ്ണതയിൽ എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യം പറയുന്നത്. അതിന് കുറച്ച് സ്ഥലമുണ്ട്. മിനി MCFന് പ്രസിഡന്റിന് മറ്റേ 5 കുടുംബങ്ങൾക്ക് 10 സെന്റ് സ്ഥലം സംഘടിപ്പിക്കാൻ കഴിഞ്ഞ പ്രസിഡന്റിന് ഈ മിനി MCFനുള്ള സ്ഥലം സംഘടിപ്പിക്കാനാണ് പറയാത്തത്. അതൊക്കെ വേറെ നിർത്തണം. മനം കവരും സ്വർണ്ണ വജ്രശോഭയിൽ മനോഹരമായ ഡിസൈനുകൾ, ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ മികച്ച കളക്ഷൻസ്, 3 പതിറ്റാണ്ടിലേറെ പാരമ്പര്യത്തോടെ മുഗൾ ഗോൾഡൻ ഡയമണ്ട്സ്, തൃപ്രയാർ 3 പീടിക. You're watching True Line News.